ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെൻ്റ്ലി എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന മെസ്സേജാണ്. ചേച്ചി ഒരു 100 കൂടുതൽ ആപ്ലിക്കേഷൻ വെച്ച് ഇതുവരെ ഒരു ഇൻ്റർവ്യൂവിന് പോലും വിളിച്ചിട്ടില്ല. എത്ര പാർട്ട് ടൈം ജോലിക്ക് അപ്ലൈ ചെയ്തു എന്ന് അറിയാം. 3 മാസമായി ഞാൻ വന്നിട്ട് ഇതുവരെ ഒരു ജോലിയും കിട്ടിയിട്ടില്ല. ഇപ്പം നിങ്ങളൊരു ഓസ്ട്രേലിയയിട്ടോ അല്ലെങ്കിൽ വേറെ ഏത് രാജ്യമായിക്കോട്ടെ പോയിരിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ വന്നിട്ട് ഇതുവരെയായിട്ടും പാർട്ട് ടൈം ജോലി ഒന്നും സെറ്റായിട്ടില്ലെങ്കിൽ എന്തായാലും കണ്ടിരിക്കേണ്ട വീഡിയോ. ഇപ്പം നിങ്ങൾക്ക് അറിയാത്ത ടിപ്സും ട്രിക്സും അതുകൂടാതെ എനിക്ക് ഉറപ്പാണ് ഈ ഒരു വീഡിയോ ഉണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടാൻ എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന്. കാര്യം ഇത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ്. ഞാൻ 4 കൊല്ലത്തിൽ കൂടുതലായി ഓസ്ട്രേലിയ വന്നിട്ട്. അപ്പോൾ എൻ്റെ ഒരു വിശ്വാസത്തിൽ 15 കൂടുതൽ പാർട്ട് ടൈം ജോലി ചെയ്തിരുന്നു. അതെല്ലാം ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റും ചെയ്തേക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഞാൻ ഇങ്ങനെ പൊക്കി പറയാൻ വേണ്ടി പറയുന്നതല്ല. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവും എന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് പറയാനുള്ള കുറേ ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് മടിച്ച് നിൽക്കാതെ മെയിൻ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. മെയിൻ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളത് നമ്മുടെ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിനെ പറ്റിയിട്ടാണ്. നമുക്കൊരു 2600 കൂടുതൽ ഓസ്ട്രേലിയയിലോട്ട് വരാനിരിക്കുന്ന, ഓസ്ട്രേലിയയിൽ വന്നവരും അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ചേരണം, അവരുമായിട്ട് കണക്ട് ചെയ്യണം, സംസാരിക്കണം, ഡൗട്ട്സ് ക്ലിയർ ഒക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാമിലോ DM അയക്കുക, ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക. ആദ്യത്തെ പോയിന്റ് എനിക്ക് പറയാനുള്ള, അധികം ആളുകൾ സംസാരിച്ച് കാണാത്തൊരു സംഭവമാണ്. അതാണ് ഫേസ്ബുക്ക് ഗ്രൂപ്പ്സും വാട്സപ്പ് ഗ്രൂപ്പ്സും. എല്ലാവരും ഫേസ്ബുക്ക് ഗ്രൂപ്പ്സിലും വാട്സപ്പ് ഗ്രൂപ്പ്സിലും ചേരും, പക്ഷെ അത് മര്യാദയ്ക്ക് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ പറയുന്നത്, ഞാൻ മെൽബണിൽ വന്നു, ഞാനൊരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇന്ത്യൻസ് ഇൻ മെൽബണിനോ മലയാളീസ് ഇൻ മെൽബണിനോ അല്ലെങ്കിൽ പാർട്ട് ടൈം ജോബ്സ് ഇൻ മെൽബണോ ഈ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യും. പക്ഷേ ഞാൻ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ജോലിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യുന്നല്ലാണ്ട് അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് അധികം ആൾക്കും അറിയില്ല. ഇപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്നാന്ന് വെച്ചാൽ, നിങ്ങൾ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നു, നിങ്ങൾ ഈ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിനകത്ത് ഇപ്പോൾ വാട്സപ്പിലാണെങ്കിലും ഒരു മെസ്സേജ് ഇടുക, എനിക്ക് ഇതൊക്കെ അറിയാം, ഈ ഇങ്ങനത്തെ റിലേറ്റഡ് ജോലി കിട്ടിയ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ ചെയ്യാൻ റെഡിയാണെന്ന് പറഞ്ഞ് വാട്സപ്പിലാണെങ്കിൽ ഒരു മെസ്സേജ് ഇടുക. ഫേസ്ബുക്കിലാണെങ്കിൽ ആ ഗ്രൂപ്പിലൊരു പോസ്റ്റ് ഇടുക, ഞാൻ ഇത്ര നാളായി ഇവിടെ വന്നിട്ട് ഞാനൊരു ജോലി നോക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ. അപ്പോൾ കുറേ ഇന്ത്യൻസ് ഇപ്പോൾ കുറേ കാര്യത്തിൽ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഹെൽപ്ഫുൾ ചെയ്യും. അപ്പം അങ്ങനെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ ആളുകൾക്ക് ഓൾറെഡി വേക്കൻസി ഉള്ളതായിട്ട് അറിയായിരിക്കാം, അല്ലെങ്കിൽ കുറേ ആളുകൾക്ക് ജോലിക്കാരെ നോക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവരൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് റെഡിയാവും. ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ ഇന്ത്യൻസ് ഇൻ മെൽബൺ അങ്ങനത്തെ ഒക്കെ ഇന്ത്യൻസിൻ്റെ ഗ്രൂപ്പിലിട്ട് കഴിഞ്ഞാൽ ഇന്ത്യൻ ആണെന്ന് അറിഞ്ഞുള്ള രീതിയിൽ അവർ ഹെൽപ്പ് ചെയ്യാനായിട്ട് റെഡിയാവും. പക്ഷേ തുടക്കത്തിൽ തന്നെ വലിയ പൈസ കിട്ടി എന്ന് വരില്ല. പക്ഷെ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എൻ്റെ ഒരു അഭിപ്രായത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഓസ്ട്രേലിയൻ എക്സ്പീരിയൻസ് നേടുക എന്നാണ്. ഒരു ഓസ്ട്രേലിയൻ എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സിമ്പിളായിട്ട് നമുക്ക് നല്ല ജോലി കിട്ടും. അപ്പോൾ ഇത് തന്നെ റിലേറ്റഡ് ആയിട്ടാണ് എനിക്ക് രണ്ടാമത്തെ ടിപ്പ് അല്ലെങ്കിൽ ട്രിക്ക് പറയാനുള്ളത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം നാട്ടിൽ നിങ്ങൾ എത്ര നല്ല എക്സ്പീരിയൻസ് ഉണ്ടോ, ഇവിടെ വരുമ്പോൾ അവരെന്നാ നോക്കുന്നത്, ഓസ്ട്രേലിയൻ എക്സ്പീരിയൻസാണ്. ഫോർ എക്സാമ്പിൾ പറയാം, നിങ്ങൾ നാട്ടിൽ വലിയൊരു മാനേജർ, ഒരു കമ്പനിയുടെ മാനേജറായിട്ട് വർക്ക് ചെയ്തത്, പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് വേറൊരാൾ അപ്ലൈ ചെയ്തു, നിങ്ങളും അപ്ലൈ ചെയ്തു, ആ ആൾക്ക് ഓസ്ട്രേലിയയിൽ ഒരു ക്ലീനറായിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾക്ക് നാട്ടിലൊരു മാനേജറായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഒബ്വിയസ്ലി ഓസ്ട്രേലിയയിൽ എക്സ്പീരിയൻസ് ഉള്ള ആ ആളെ അവർ സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഇവരെപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ എക്സ്പീരിയൻസ് ഉണ്ടോ, അത് നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്കൊരു ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡ്, അതിപ്പോൾ പങ്ക്ച്വാലിറ്റി ആയിക്കോട്ടെ, ഡിസിപ്ലിൻ ആയിക്കോട്ടെ, അതൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറേ നാളായിട്ടും അപ്ലൈ ചെയ്തിട്ടും ഒരു ജോലിക്കും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു സംഭവമാണ് വോളണ്ടിയറിങ്. വോളണ്ടിയറിങ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓസ്ട്രേലിയൻ എക്സ്പീരിയൻസ് കിട്ടാൻ. ഓസ്ട്രേലിയയിൽ കുറേ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്. അത് സാൽവോസ്, വിന്നീസ്, റെഡ് ക്രോസ്, ഗുഡ് സാമീസ്, അങ്ങനെ കുറേ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്. അവിടെ വോളണ്ടിയറിംഗ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെന്ന് അവിടെ ഡയറക്റ്റായിട്ട് പറയും, ഓൺലൈനിൽ കയറി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതുമാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്നെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഒരു 3 മാസമായിരിക്കും. അപ്പോൾ അവരുടേത് നമുക്ക് റെഫറൻസും കിട്ടും, നമുക്ക് ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്തു അല്ലെങ്കിൽ വോളണ്ടിയറിങ് ചെയ്തു എന്നുള്ള രീതിയിൽ എക്സ്പീരിയൻസോ, അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ റെസ്യൂമിൽ ആഡ് ചെയ്യണം. ഓസ്ട്രേലിയയിൽ ഞാൻ സാൽവോസിലായിരുന്നു, വോളണ്ടിയറിങ് ചെയ്തു, അപ്പോൾ നമുക്ക് ഇവിടുത്തെ വർക്ക് എത്തിക്സ് ഒക്കെ അറിയാം എന്നുള്ള രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഒരു പാർട്ട് ടൈം ജോലി കിട്ടാനായിട്ട് എളുപ്പം. അടുത്ത പോയിന്റ് എനിക്ക് പറയാനുള്ളത് വോക്ക് ഇൻ ആപ്ലിക്കേഷൻസിനെ പറ്റിയിട്ടാണ്. ഇതെന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ പേര് എന്നോട് ചോദിച്ചു, ചേച്ചി നമ്മൾ നേരിട്ട് റെസ്യൂമെ കൊണ്ടേ കൊടുത്തിട്ട് വല്ല കാര്യമുണ്ട്, എല്ലാം ഓൺലൈൻ ആപ്ലിക്കേഷൻസ് അല്ലേ. അവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓസ്ട്രേലിയയിൽ കുറേ ചെറിയ ചെറിയ ബിസിനസ്സസ് ഉണ്ട്. അതിപ്പോൾ ഏഷ്യൻ സ്റ്റോഴ്സ് ആയിക്കോട്ടെ, മെക്സിക്കൻ, ഇറ്റാലിയൻ, കുറേ ചെറിയ ചെറിയ ബിസിനസ് ഉണ്ട്. അവർക്കൊക്കെ ഇതുപോലെ ഓൺലൈൻ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ടാവണം എന്നുണ്ടോ? ഒരിക്കലുമില്ല. ചിലപ്പോൾ ഒരു ആൾ വേണമെങ്കിൽ അവർ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ വല്ല ഒരു പോസ്റ്റർ വല്ല ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും ഹയറിംഗ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ പറയും എന്നുള്ള രീതിയിൽ മാത്രമായിരിക്കും. അപ്പം നിങ്ങൾ അങ്ങനത്തെ ചെറിയ ചെറിയ കടകളിൽ, ചെറിയ ചെറിയ ഷോപ്പിൽ എന്തായാലും നിങ്ങളുടെ റെസ്യൂമെ കൊണ്ടുപോയി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാര്യം അവർക്ക് ഓൺലൈനിൽ ആപ്ലിക്കേഷൻ എടുക്കുന്ന ആ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റ് ഇല്ല.
അങ്ങനെ വരാൻ നേരത്ത് റെസ്യൂമെ ഡ്രോപ്പ് ചെയ്തിട്ട് ജോലി കിട്ടുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു ചെറിയ ഇതിനകത്ത് ആദ്യം തന്നെ ഒരു എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്പീരിയൻസ് നേടിയെടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഫസ്റ്റ് തന്നെ ഓസ്ട്രേലിയൻ എക്സ്പീരിയൻസ് നേടിയെടുക്കുക. അപ്പം ഇങ്ങനത്തെ ഒരു ഇതിനകത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നല്ലൊരു ജോലിക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ കിട്ടാനായിട്ട് കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ എന്തായാലും റെസ്യൂമെ ഡ്രോപ്പ് ചെയ്യുന്ന ചെറിയ ഇതിനകത്ത് എന്തായാലും റെസ്യൂമെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്ത പോയിന്റ്, റെസ്യൂമെ എന്ന് പറഞ്ഞപ്പോൾ, റെസ്യൂമെ അല്ലെങ്കിൽ CV എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്ന കാര്യമാണ്. കുട്ടികൾ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാണ്, ഒരു റെസ്യൂമെ ഉണ്ടാക്കിയിട്ട് എല്ലായിടത്തും കൊണ്ടു കൊടുക്കും. കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പെട്രോൾ സ്റ്റേഷനിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണ്. പെട്രോൾ സ്റ്റേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ജോലികളായിരിക്കണം നിങ്ങൾ ആ റെസ്യൂമിൽ വെക്കുന്നത്. നിങ്ങൾ ഹംഗ്രി ജാക്സിൽ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് ഫുഡ് ഇൻഡസ്ട്രിയിൽ അപ്ലൈ ചെയ്യുക. അങ്ങനെ വരാൻ നേരത്ത് അത് റിലേറ്റഡ് എക്സ്പീരിയൻസ് ഉള്ള ജോലികളായിരിക്കണം നിങ്ങളുടെ റെസ്യൂമിൽ വെക്കുന്നത്. അപ്പോൾ ഓരോ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ഓരോ ടൈപ്പ് റെസ്യൂമെ വേണം, ഓരോ ടൈപ്പ് എക്സ്പീരിയൻസ് ഉള്ള റെസ്യൂമെ വേണം നിങ്ങൾ വെക്കാൻ. ഇനിയും സിമ്പിളായിട്ട് എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറയുവാണെങ്കിൽ, ഞാനിപ്പോൾ പറഞ്ഞ പോലെ കസ്റ്റമർ സർവീസിൻ്റെ ജോലിക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നാട്ടിൽ ഞാനിങ്ങനെ കസ്റ്റമർ സർവീസ് റിലേറ്റഡ് ജോലി ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ വയ്ക്കുക. ഇവിടെ ക്ലീനിങ്ങിൻ്റെ റിലേറ്റഡ് ജോലിക്ക് വെച്ചു, അപ്പോൾ നാട്ടിൽ ക്ലീനിങ് റിലേറ്റഡ് ജോലി ചെയ്തുള്ള രീതിയിൽ. അപ്പം അങ്ങനെ ഓരോന്നിനനുസരിച്ചും ഓരോ ജോലിക്കനുസരിച്ച് നമ്മൾ എക്സ്പീരിയൻസ് മാറ്റി വെക്കാനായിട്ട് ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ ഒരു ബന്ധമില്ലാത്ത ഒരു എക്സ്പീരിയൻസും ഒരു ജോലിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾ ഹയർ ചെയ്യാൻ പോകണ്ടോ? ഒരിക്കലുമില്ല. അവർ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് അത് റിലേറ്റഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഹയർ ചെയ്യാനറിയാം. അപ്പോൾ എന്തായാലും ഒരു CV ഉണ്ടാക്കിയിട്ട് എല്ലായിടത്തും കൊടുക്കാതെ ഓരോ ടൈപ്പ് ജോലിക്കും ഓരോ CV പ്രിപ്പയർ ചെയ്തിട്ട് മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്ത് എനിക്ക് പറയാനുള്ളത് ഓൺലൈൻ ആപ്ലിക്കേഷൻസ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ വരാൻ നേരത്തെ ഏതൊക്കെ ആപ്സാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എന്നോട് കുറേ പേര് ചോദിച്ചിരുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് സീക്ക് ഉണ്ട്, ഇൻഡീഡ് ഉണ്ട്, ജോബ് സീക്കർ ഉണ്ട്, സൈറ്റ് കിക്കർ ഉണ്ട്, അങ്ങനെ കുറേ ആപ്സ് ഉണ്ട്. ഇതൊക്കെ വഴി നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻസ് വയ്ക്കാനായിട്ട് പറ്റുന്നതാണ്. പക്ഷേ ഇതിനകത്തൊരു കാര്യം എനിക്ക് ടിപ്പായിട്ട് പറയാനുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ആപ്സിൽ കയറി അപ്ലൈ ചെയ്യുന്നതിന് പകരം, അത് വേണ്ടെന്നല്ല, അതുകൂടാതെ ഇപ്പം നിങ്ങളൊരു മെക്ഡൊണാൾഡ്സിലോ അല്ലെങ്കിൽ ഒരു ഹംഗ്രി ജാക്സിലോ അപ്ലൈ ചെയ്യുന്നിടത്ത് അവർക്ക് അതിൻ്റെ റിക്രൂട്ട് ചെയ്യുന്നൊരു പേജ് ഉണ്ടാവും. ഇവരുടെ തന്നെ വെബ്സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യുക. അങ്ങനെ വരാൻ നേരത്ത് പ്രോസസ്സിങ് സ്പീഡ് കൂടുതലാണെന്ന് കുറേ പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ള, എല്ലാവർക്കും അറിയായിരിക്കും, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഫോർ എക്സാമ്പിൾ ഓൾറെഡി നേരത്തെ വന്നു അവർക്ക് ജോലി കിട്ടിയെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നിടത്ത് അവരുടെ റെഫറൻസ് എന്തായാലും വയ്ക്കുക. ഇവിടെ 80% കൂടുതൽ ജോലികളും കിട്ടുന്ന റെഫറൻസും റെക്കമെൻഡേഷൻസും വഴിയാണ്. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അത് അവർക്ക് ചെറിയൊരു ജോലിയാണെങ്കിലും എന്തായാലും അവരോട് ചോദിച്ചിട്ട് റെഫറൻസ് എന്തായാലും വയ്ക്കുക. അത് നിങ്ങളുടെ ആപ്ലിക്കേഷനെ നന്നായിട്ട് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വിചാരിക്കും ഒരു പേര് വെച്ചു എന്ന് വെച്ചാൽ എന്താ, പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ട്, ഇപ്പം മെഗ്ഡിയിലാണെങ്കിലും വേറെ ഏത് ബ്രാഞ്ച് ആണെങ്കിലും പോലും അവരുടെ പേര് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഇവിടെ റെക്കമെൻഡേഷൻ റെഫറൻസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത്, മാക്സിമം നെറ്റ്വർക്ക് ചെയ്യുക, ആളുകളായിട്ട് കണക്ട് ചെയ്യുക. ഇവിടെ നെറ്റ്വർക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും ഈ പാർട്ട് ടൈം ജോബിനൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും അറിയെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുക, അവരോട് ചോദിക്കുക, അവരുടെ റെഫറൻസ് വയ്ക്കുക. അതെന്തായാലും ആ ഒരു ഗുഡ് കമ്പനീസും ഗുഡ് നെറ്റ്വർക്കിങ്ങും ഇവിടെ പെട്ടെന്ന് പാർട്ട് ടൈം ജോലി കിട്ടാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ നാട്ടിൽ നിന്ന് വരാൻ നേരത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഹെയർ സലൂണിലോ അല്ലെങ്കിൽ നെയിലാട്ടൊക്കെ അങ്ങനത്തെ ഇതൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സമയമില്ലാത്ത സമയത്ത് നിങ്ങൾ അതിനു വേണ്ടി നടക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനത്തെയൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അതിനൊക്കെ നല്ല സ്കില്ലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പേയും കിട്ടും, പെട്ടെന്ന് ജോലി കിട്ടാനും എളുപ്പമാണ്. അപ്പം നാട്ടിൽ നിന്ന് അങ്ങനത്തെ സ്കില്ലൊക്കെ പഠിച്ചിട്ട് വന്നാൽ നല്ലതാണെന്ന് എന്നോട് കുറേ പേര് ചോദിച്ചു. എന്തായാലും നല്ലതാണ്. അതായത് നിങ്ങൾ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളും നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ആ ഒരു പ്രയോറിറ്റി കിട്ടും. അന്ന് വെച്ച് ജോബ് അപ്പം തന്നെ കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും ട്രൈ ചെയ്തിരിക്കുക. പിന്നെ എന്നോട് കുറേ പേര് ചോദിച്ചതാണ് ഡെലിവറി ജോബ്സിൻ്റെ കാര്യം. അപ്പം നിങ്ങൾക്ക് കുറേ നോക്കിയിട്ടും ഒരു ജോലിയും കിട്ടിയില്ലെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ഡെലിവറി ജോബ്സ്. ഇപ്പം നിങ്ങൾക്ക് ബൈക്കോ കാറോ ഒന്നും വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. ഇവിടെ നമുക്ക് ഇലക്ട്രിക് സൈക്കിളോ നോർമൽ സൈക്കിളൊക്കെ കിട്ടും. കുറേ സ്റ്റുഡൻസ് എന്നല്ല അല്ലാത്ത ആളുകൾ വരെ ഈ ഇലക്ട്രിക് സൈക്കിൾ വാങ്ങിയിട്ട് അതിനകത്ത് ഊബർ ഈറ്റ്സും ഡെലിവറി ഒക്കെ ഓടുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നാട്ടിലെ ലൈസൻസുമായിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക. ഇൻ്റർനാഷണൽ ഒന്നും ആക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ത്യൻ ലൈസൻസ് എങ്ങനെയാണോ അതുപോലെ തന്നെ കൊണ്ടാൽ മതി. അപ്പം നിങ്ങൾ ഏത് സ്റ്റേറ്റിട്ടാണോ വരുന്നത് അവരുടെ റിക്വയർമെൻറ്റ് നോക്കാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ പറയുന്നത് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലാണെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് വിസ തീരുന്ന വരെ നിങ്ങൾക്ക് ആ ലൈസൻസ് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ വിക്ടോറിയയിൽ അങ്ങനെ പറ്റത്തില്ല. അപ്പോൾ അത് എത്ര നാളാണ് നിങ്ങൾക്ക് ലിമിറ്റ് ഉള്ളത് അതൊക്കെ നോക്കുക. എന്തായാലും ലൈസൻസ് കൊണ്ടുപോകുക. ഡെലിവറി ജോബ്സ് ഒരു ഇത് കിട്ടിയില്ലെങ്കിൽ ഡെലിവറി ജോബ്സ് എടുക്കുക. അതാകുമ്പോൾ നമ്മുടെ സമയത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്.
നല്ല പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ABN ആണോ TFN ആണോ വേണ്ട അതും എടുക്കുക. അതൊക്കെ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്ത് കാരണം ഇതിനകത്ത് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. ഇനി അടുത്ത് എനിക്ക് പറയാനുള്ളത് ഷോർട്ട് ടൈം ആയിട്ടുള്ള കുറച്ച് സർട്ടിഫിക്കേഷൻസിൻ്റെ കാര്യം. അതിപ്പോൾ RSC ആയിക്കോട്ടെ, ബരിസ്റ്റ ആയിക്കോട്ടെ. എന്നോട് കുറേ പേര് ചോദിച്ചിരുന്നു. ഇവിടെ RSC എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്പോൺസിബിൾ സർവീസ് ഓഫ് ആൽക്കഹോൾ. നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യാൻ നേരത്തെ എന്തായാലും അവർ ചോദിക്കണം എന്ന് നിർബന്ധമുള്ള ഇന്ത്യൻസ് ഒന്നും ചോദിക്കുന്നില്ല എന്ന് ഞാൻ കേട്ടിരുന്നു. പക്ഷേ എന്തായാലും നിങ്ങളുടെ കയ്യിൽ വേണ്ട ഒരു സംഭവമാണ്. ഇതിനകത്ത് റെസ്പോൺസിബിൾ സർവീസ് ഓഫ് ആൽക്കഹോൾ എന്ന് പറയുന്നത് പോലെ തന്നെ ആൽക്കഹോൾ സെർവ് ചെയ്യാൻ നമ്മൾ യോഗ്യരാണ് എന്ന് കാണിക്കുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ നിങ്ങൾ ആൽക്കഹോൾ സെർവ് ചെയ്യുന്നില്ല എങ്കിൽ പോലും നിങ്ങൾ ആ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു സെർവ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്ന വ്യക്തി എന്തായാലും വയ്ക്കേണ്ട ഒരു സംഭവമാണ്. ഇതൊരു ദിവസത്തെ ഒരു കോഴ്സ് മാത്രമാണ്. ഇപ്പം നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് നിങ്ങൾ ഇങ്ങനത്തെ ഒരു ജോലി നോക്കണമെങ്കിൽ നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് ലാസ്റ്റ് സ്റ്റെപ്പ് വരെ എടുത്ത് വരാം. കാര്യം ഇത് കോഴ്സാണ്, നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യണം, കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് ആകുമ്പോൾ നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യുന്നത് ഓസ്ട്രേലിയ വേണമെന്ന് നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയെല്ലാം ചെയ്തിട്ട് സേവ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് അത്രയും കംപ്ലീറ്റ് ചെയ്താൽ മതി. അങ്ങനെ വേണമെങ്കിൽ ആക്കിയിട്ട് വരാം. ഇതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല. നിങ്ങൾ ആ ഒരു ഫീൽഡിലേക്ക് പോവുകയാണെങ്കിൽ ഇതൊക്കെ എടുത്ത് വെക്കണത് നല്ലതായിരിക്കും. ബരിസ്റ്റയുടെ കേസ് പറയുകയാണെങ്കിൽ നിങ്ങൾ കോഫി ഉണ്ടാക്കുന്നത്, ഓസ്ട്രേലിയയിൽ കോഫി എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. കോഫി ഇല്ലാതെ ഓസ്ട്രേലിയൻസിൽ പറ്റില്ല ആ ഒരു സെറ്റ്. അപ്പോൾ നമുക്ക് നിറച്ച് കഫേസൊക്കെ കാണാൻ പറ്റും. അപ്പം നിങ്ങൾ ബരിസ്റ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കോഫി ആർട്ടൊക്കെ. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് പഠിക്കണമെങ്കിൽ അതും ഇവിടെ വന്നിട്ടാണ് അത് പഠിക്കാൻ പറ്റുള്ളൂ. കാര്യം ഇത് ഓൺലൈൻ പറ്റത്തില്ല, ഓഫ്ലൈൻ ക്ലാസ്സസ് ആണ്. അപ്പോൾ അതൊക്കെ എടുക്കണമെങ്കിൽ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. എന്നോട് കുറേ പേര് ചോദിച്ചു അത് എടുത്തിട്ട് വല്ല കാര്യമുണ്ടോ. ബാക്കിയുള്ളവരെക്കാളും എപ്പോഴും ഒരു സർട്ടിഫിക്കേഷൻ എടുത്ത ഒരാൾക്ക് പ്രയോറിറ്റി ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് പൈസ മുടക്കാൻ റെഡി ആണെങ്കിൽ ഇതൊക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ റെസ്യൂമേ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നിങ്ങൾ ഇൻ്റർവ്യൂവിന് വിളിച്ചാൽ നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ ഗുഡ് പോയിന്റ് മുന്നിൽ വെക്കാനായിട്ട് ശ്രമിക്കുക. അത് എനിക്ക് പറയാനുള്ളത് സാധനങ്ങളുടെ ഫ്ലെക്സിബിലിറ്റി ആയിരിക്കണം. അതായത് അവർ ഇപ്പോൾ 24/7 ഉള്ള ഒരു സ്ഥലത്താണെങ്കിൽ നിങ്ങൾ എടുത്തു പറയേണ്ട ഒരു കാര്യമായിരിക്കണം. അല്ലെങ്കിൽ ആപ്ലിക്കേഷന് വെക്കേണ്ട സാധനമായിരിക്കണം. രാത്രിയാണെങ്കിലും ഞാൻ വർക്ക് ചെയ്യാൻ റെഡിയാണ്, അത് മിഡ് നൈറ്റ് ആയിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് ഓവർനൈറ്റ് ഫുള്ള് വർക്ക് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ അവർക്ക് അതൊരു നല്ലൊരു പോയിന്റ് എടുത്തു തോന്നും. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾ അങ്ങനെ ഓവർനൈറ്റൊക്കെ വർക്ക് ചെയ്യുന്നത് കുറവാണ്. ഇപ്പം നാട്ടിൽ നമ്മുടെ സ്റ്റുഡൻസൊക്കെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസാണ് അതൊക്കെ യൂഷ്വലി ചെയ്യാനായിട്ട് റെഡി ആവത്തുള്ളൂ. അപ്പം അങ്ങനെ വരാൻ നേരത്ത് നിങ്ങളുടെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഫ്ലെക്സിബിളായിട്ട് കൊടുക്കണം. ഏത് ദിവസം വേണമെങ്കിലും, പക്ഷേ 24 hours ഉള്ളൂ, അത് നിങ്ങൾ ഓർക്കണം. പക്ഷേ മാക്സിമം അവൈലബിലിറ്റി കൊടുക്കാനായിട്ട് നോക്കുക. അതിനകത്ത് അവർ 24 hours നമുക്ക് തരാൻ പറ്റണം. അപ്പോൾ നമ്മൾ രാത്രി ആയിക്കോട്ടെ പകലായിക്കോട്ടെ നിങ്ങളുടെ ക്ലാസ് അതിനനുസരിച്ച് ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. കുറേ പേർക്ക് പറ്റുന്ന സമയത്ത് ഞാൻ അവരിഷ്ടമുള്ള ക്ലാസ്സൊക്കെ എടുത്ത് വയ്ക്കും. അവസാനം ഇവിടെ വരാൻ നേരത്തെ അവർക്ക് 5 ദിവസം ക്ലാസ്സുള്ള രീതിയിൽ വരും. അങ്ങനെ വരാതെ ഇപ്പം 4 യൂണിറ്റാണ് യൂഷ്വലി വരാൻ നിർത്തുക. അങ്ങനെ വരാൻ നിർത്തുക. ആ 4 യൂണിറ്റും 2 ദിവസത്തിനുള്ളിൽ തീർക്കാനായിട്ട് ടൈം ടേബിൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള അവൈലബിലിറ്റി കൊടുക്കാനും അവർക്ക് ആ ഒരു നല്ലൊരു അവൈലബിലിറ്റി കാണുമ്പോൾ തന്നെ അവർക്ക് ജോലിക്ക് എടുക്കാൻ തോന്നും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ ടൈം അവൈലബിൾ ആണ്, രാത്രിയാണെങ്കിലും അവൈലബിൾ ആണെന്നൊക്കെ ശ്രദ്ധിച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ലാംഗ്വേജിൻ്റെ കാര്യമാണ്. എന്നോട് കുറേ പേര് പറഞ്ഞു, ചേച്ചി എനിക്ക് ഇംഗ്ലീഷ് ഒട്ടും ഫ്ലുവൻ്റ് അല്ല, ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല എന്ന്. അപ്പം നാട്ടിൽ നിന്ന് ഒരു പണിയില്ലാണ്ടിരിക്കുകയാണ് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് വരിക. ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരു കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ പറയുന്നത് എനിക്ക് പറ്റിയൊരു അബദ്ധം നിങ്ങൾക്ക് പറ്റരുത്. നിങ്ങൾ തുടക്കത്തിൽ ഇതൊക്കെ നമ്മൾ നാട്ടിൽ ഇംഗ്ലീഷൊക്കെ സംസാരിച്ച് ഫ്രണ്ട്സിനോട് സംസാരിച്ച് അവർ കേൾക്കും, ഉറപ്പായിട്ടും കളയാക്കും. പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്ത് നമ്മൾ തമാശക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് വരിക. ഇതിവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ വേറെ ഒരു കോഴ്സും നാട്ടിൽ നിന്ന് പഠിച്ചില്ലെങ്കിലും അതൊക്കെ ചെയ്തിട്ട് വരാനായിട്ട് ശ്രമിക്കുക. അതുകൂടാണ്ട് തന്നെ അമ്മേനെ സഹായിക്കുക. അതായത് അമ്മേനെ സഹായിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മേനെ മിസ് ചെയ്യുന്നോർത്തിട്ട് സഹായിച്ചിട്ട് വരാൻ, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നല്ല മാനേജർ പൊസിഷനൊന്നും ആയിരിക്കത്തില്ല കിട്ടാൻ പോകുന്നത്. ഒന്നെങ്കിൽ വല്ല കിച്ചൺ ഹാൻഡോ അല്ലെങ്കിൽ ക്ലീനിങ് ജോബൊക്കെ ആയിരിക്കും. അപ്പോൾ നാട്ടിലൊന്നും ചെയ്യാണ്ട് ഇവിടെ വന്നിട്ട് ഇതൊക്കെ ആദ്യമായിട്ട് ചെയ്യാൻ നിർത്തുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നാട്ടിൽ നിന്ന് ഇതൊക്കെ ഒന്ന് ശീലാക്കിയിട്ട് വരുവാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പം ഉണ്ടാവും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ മാക്സിമം പോയിൻറ്റ്സൊക്കെ കവർ ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇനിയും പോയിൻറ്റ്സ് ഞാൻ വിട്ടുപോയി അല്ലെങ്കിൽ എന്തെങ്കിലും പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ ഇടുക. വേറെ കുട്ടികൾക്കും ഹെൽപ്ഫുൾ ആയിക്കോട്ടെ. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിലോ ഇടുക. പിന്നെ ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക, നമ്മുടെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇനിയും വിസ വരാത്തവരുണ്ടെങ്കിൽ വന്നോളും. കുറച്ചുകൂടി സമയം കൂടി വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡിഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. വന്നോളും വിസയൊക്കെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി കാണുന്നവരെ ബൈ ബൈ.